കേരളത്തിലെ മാധ്യമങ്ങൾ പശ്ചിമേഷ്യൻ യുദ്ധത്തെ സമീപിക്കുന്ന രീതി അതല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്ന രീതി കണ്ടാൽ വളരെ ശോചനീയമായ അവസ്ഥയാണ്. ഒരു വിഭാഗത്തെ സുഖിപ്പിച്ച് രോമാഞ്ചപുളകിതരാക്കുന്നതിന് വേണ്ടി ഈ പറയപ്പെടുന്ന മാധ്യമങ്ങൾ നക്കാപ്പിച്ച പരസ്യം കിട്ടുന്നതിന് വേണ്ടി അതല്ലെങ്കിൽ അതിൻ്റെ മേലെയും കുറച്ച് ഫണ്ടിങ് കിട്ടുന്നുണ്ടാകാം. ആ പണത്തിന് വേണ്ടി ഇവർ ചെയ്യുന്നത് അൽ ജസീറ പോലെയുള്ള തീവ്ര ഇസ്ലാമിക ചാനലുകളെക്കാളും വളരെ മോശപ്പെട്ട, അവർ പോലും പറയാത്ത കാര്യങ്ങളാണ് പറയുന്നത്. എന്തിനേറെ പറയണത്, അതായത് അവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്തെങ്കിലും ഒരു ട്രെൻഡിങ് ആയിട്ട് ഇസ്ലാമിക കോണുകളിൽ നിന്നും ഇസ്ലാമിക വ്യക്തികളെ അടിച്ചുവിടുന്നത് അത് ഏകദേശം വാർത്തയായിട്ട് അങ്ങോട്ട് വിടാണ്. അവരത് വിനിയോഗിച്ച് അതിനെ ഇറാൻ ജയിക്കുകയാണ്, ഖമേനി മരിച്ചിട്ടില്ല, അതല്ലെങ്കിൽ നെത്തന്യാഹു കൊല്ലപ്പെട്ടു എന്നൊക്കെ അങ്ങോട്ട് വെറുതെ ഏകദേശം വെച്ച് അവർക്ക് തന്നെ വ്യക്തമായിട്ടറിയാം ഇത് സംഭവിച്ച കാര്യമല്ല. എന്നിരുന്നാൽ കൂടി ഒരു പ്രത്യേക വിഭാഗത്തെ സുഖിപ്പിക്കുന്നതിനും അതിൽ നിന്നും സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നതിനും വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നത് ഒരു മലയാളി എന്ന നിലയിൽ വളരെയധികം വേദന ഉളവാക്കുന്ന കാര്യമാണ്. നമുക്കൊക്കെ ഇസ്ലാമിക സുഹൃത്തുക്കളുണ്ട്, എനിക്ക് കണ്ടമാനം സുഹൃത്തുക്കളുണ്ട്. ഞാൻ അവരായിട്ട് എന്നും വാദപ്രതിവാദങ്ങളും നടത്തുന്നതാണ്. ഒരു പക്ഷേ നമുക്കറിയാം, ഈ അന്യമതസ്ഥർ, ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ മറ്റുള്ളവർ ക്കാളും കൂടുതലായിട്ട് കരുണയും സ്നേഹവും കൂടുതലുള്ളത് ഇസ്ലാമിക സഹോദരങ്ങൾക്കാണ്. അതൊക്കെ നമ്മൾ ഇപ്പോൾ കേരളത്തിൽ ജനിച്ച് വളർന്നവരൊക്കെ ഒരു വലിയൊരു ഇതുവരെ നമ്മൾ അത് അനുഭവിച്ചു പറഞ്ഞവരായിരിക്കും. 95% ഇസ്ലാമിക സഹോദരങ്ങൾ വളരെ നല്ലവരാണ്. പക്ഷേ ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ ജോലി എന്ന് പറയുന്നത് വിളിച്ചു പറയുക. ചില കാര്യങ്ങൾ ഞാൻ ശക്തമായിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവരെ വിമർശിച്ചിട്ടുണ്ട്, അവരോട് നേരിട്ടും സംസാരിക്കുമ്പോഴും വിമർശിച്ചിട്ടുണ്ട്. അതിനൊരു ഉദാഹരണം, പഹൽഗാം പോലെയുള്ള സ്ഥലത്ത് മുണ്ടുപൊക്കി മതം നോക്കി കൊന്നു. അത് തൊട്ട് എല്ലാ തീവ്രവാദം, ഇസ്ലാമിലെ തീവ്രവാദമുള്ളൂ, അത് ഇന്നും പറയും നാളെ പറയും. തീവ്രവാദം എന്ന് പറയുന്നത് അവർ 1400 വർഷമായിട്ട് യുദ്ധം ചെയ്യുന്നത് അന്യമതസ്ഥരും അന്യ വ്യക്തികളായിട്ട്. അവർ കണ്ടമാനം നാശനഷ്ടം ഭൂമിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മനുഷ്യ കുരുതി നടത്തിയിട്ടുണ്ട്. എന്ന് ഭൂരിപക്ഷമാണോ കേരളത്തിൽ, അതും സംഭവിക്കും കേരളത്തിലും. പക്ഷേ ഞാൻ ഇന്ന് പ്രതിപാദിക്കുന്നത് ആ സഹോദരങ്ങളെ നമ്മളിപ്പോൾ ഈ നാട്ടിലെ കവലകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം, ഇതൊക്കെ വെറുതെ പറയണ്ട. ട്രംപൊക്കെ അടിച്ച് നിരത്തി കഴിഞ്ഞു, നെത്തന്യാഹു മരിച്ചു, നെത്തന്യാഹുവിനെ കൊന്നു. അത് കാലാകാലങ്ങളായിട്ടുള്ള ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നതാണ്. അതിനെ ഏറ്റുപിടിക്കാനായിട്ട് കമ്മ്യൂണിസ്റ്റുകാരായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്, പിന്നെ കോൺഗ്രസ്സുകാരായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ ചുറ്റുപാടിൽ കോൺഗ്രസ്സുകാരായിട്ടുണ്ട്, ഇതുകൊണ്ട് നടക്കുന്നവരുണ്ട്. അത് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനെ ദുരുപയോഗം ചെയ്ത് അതിനെ വളച്ചൊടിച്ച് സത്യം അറിഞ്ഞിട്ട് പോലും അവർ ആ തെറ്റായ വാർത്ത കൊടുത്ത് പുളകിതരാക്കി കൊണ്ട് നടക്കുകയാണ്. അവർക്കറിയാം തീവ്രവാദം ഇസ്ലാമിൻ്റെ മാത്രം സ്വന്തപ്പെട്ടതാണ്. മറ്റുള്ളവർ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലറ ചില്ലറ എന്തെങ്കിലും അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും മതത്തിൻ്റെ പേരിൽ കൊല്ലുക തല്ലുക എന്നുള്ളത് ഇസ്ലാമിന് മാത്രം അവകാശപ്പെട്ടതാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു വാർത്തകൾ ഇത്രമാത്രം നമ്മളിപ്പോൾ ഇതിനാസ്പദമായിട്ട് ഞാൻ വേറൊരു കാര്യം പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇസ്ലാമിക സഹോദരങ്ങളുടെ നോമ്പ് നടക്കുന്നത് അത് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അവർ നടത്തുന്നു, അവർ നോമ്പ് അനുഷ്ഠിക്കുന്നു, ഇത് ചെയ്യുന്നു. പലപ്പോഴും മതേതരത്വത്തിൻ്റെയും ഭാഗമായിട്ട് ഇപ്പോൾ ഈ ക്രിസ്ത്യൻ വൈദികർ അതല്ലെങ്കിൽ ഹിന്ദു സന്യാസിമാർ രാഷ്ട്രീയക്കാരൊക്കെ ഈ നോമ്പ് അവസാനിക്കുന്ന സമയത്തൊക്കെ പോയിട്ട് അവരുടെ കൂടെ ചേരുന്ന ഇതൊക്കെയുണ്ട്. അത് സാഹോദര്യത്തിൻ്റെ പേരിലൊക്കെ. അപ്പോൾ ഈ നോമ്പ് നടക്കുന്ന അവസരത്തിൽ ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്ന മറ്റൊരു വിഷയം, ഈ മാധ്യമങ്ങൾ എത്രമാത്രമാണ് ഈ ഇസ്ലാമിക സഹോദരങ്ങളെ ഇങ്ങനെ സൂചിപ്പിച്ച് കൊണ്ടുപോകുന്നത്. ഞാൻ ഇത് അത്ര ഗൗരവമായിട്ട് പറയല്ല. പലപ്പോഴും ഈ മതപരമായ വിശ്വാസത്തിൻ്റെ ചില വാദപ്രതിവാദങ്ങൾ നടത്തുമ്പോൾ എന്നോട് പലപ്പോഴും പല ഇസ്ലാമിക സഹോദരങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പറയുമ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന ചർച്ചകൾക്കിടയിൽ ഞാനൊരു കാഫിറാണെന്ന് പറയുമ്പോൾ അവർ പറയും, നീ കാഫിറല്ല, നീ ക്രിസ്ത്യാനി ആയതുകൊണ്ട് നിനക്ക് ഇത്രയും കൂടി സ്ഥാനം കൂടുതലുണ്ട്, ജൂതനും ഇത്രയും കൂടി സ്ഥാനമുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ അതിലും താഴ്ന്നവർ? ഞങ്ങൾ ഇസ്ലാം സഹോദരങ്ങൾ, അതിന് താഴെ ക്രിസ്ത്യനും ജൂതനും, അതിനും താഴെയാണ് മറ്റു വിഭാഗങ്ങളൊക്കെ വരുന്നത്, ഹൈന്ദവനോ ബുദ്ധനോ ജൈനൊക്കെ, അതിനും താഴെ ഏറ്റവും കൂതറ കാഫിർ ആണവർ. ഞാൻ കാഫിർ
ഇത്തിരി ലെവൽ കൂടിയ കാഫിറാണ്, ക്രിസ്ത്യാനി ആയതിൻ്റെ പേരിൽ കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ഒരു ഈ ഒരു 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 ചാനൽ വ്യക്തിയോട് ഏതാങ്ങാണ്ട് ഒരു ചാനലിൽ ഒരു കമൻറ്റ് ബോക്സിൽ അങ്ങോട്ട് എഴുതി, എടോ നായരെ ഇത് നോമ്പാണ്, താനിക്ക് ആ ചായക്കപ്പ് താഴെ വെച്ചൂടെ. ഈ നായർ അപ്പം തന്നെ ചായക്കപ്പ് താഴെ വെച്ചിട്ട് അയ്യോ സോറി ഒക്കെ പറഞ്ഞു. കാരണം ഇയാൾ എത്ര പേടിച്ചിരുന്നു. ഞാൻ നേരത്തെ പ്രതിപാദിച്ച പോലെ ഇയാൾ കൂതറ കാഫിറാ, കൂതറ കാഫിറാണ്. അയാൾ ഈ ഇത്രയൊക്കെ കാണിച്ചു കൂട്ടണം. അയാളുടെ ചായക്കപ്പ് താഴെ വയ്ക്കരുത്, അന്തസ്സ് അഭിമാനത്തോടെ നിൽക്കണമായിരുന്നു. ഈ നിന്നിട്ട് ആ ചായക്കപ്പ് അയാൾ വലിയ ചാനലുകാരനാണെന്നും പറഞ്ഞാൽ നടക്കണേ ഈ ചാനലുകാരൻ. എന്നിട്ട് ഇയാളിപ്പോൾ അത് മറ്റ് ചാനലുകാരായിട്ട് അടി, എൻ്റെ റേറ്റിംഗ് കുറഞ്ഞു അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് അടി എന്നൊക്കെ പറഞ്ഞ് ഈ നായർ നടക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ആ ചായക്കപ്പ് താഴെ വെച്ചപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇതിലും അന്തസ്സുണ്ടായിരുന്നു ഈ മനുഷ്യൻ പൊന്നാനി പോയിട്ട് ഒരു സുന്നത്ത് ചെയ്തിട്ട് ഇസ്ലാം മതം സ്വീകരിക്കട്ടെ, അന്തസ്സുണ്ട്. എന്നിട്ട് അൽ കുണ്ടൻ നായരെന്നോ അങ്ങനെ അൽ കണ്ടൻ നായരെന്നോ എന്തെങ്കിലും ഒക്കെ പേര് മാറ്റി നടക്കുന്നതാണ് ഇതിലും ഭേദം. താങ്കൾ അപമാനിച്ചത് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയാണ്. ആരോ ഒരാൾ കമൻറ്റ് ബോക്സിൽ എഴുതിയെന്ന് പറഞ്ഞ് അത് കണ്ടിട്ട് ഒരു മൊട്ടത്തലയൻ, മരം മുറിച്ച് കള്ളക്കടത്ത് നടത്തുന്നവൻ്റെ മൊട്ടത്തലയൻ, അവരും ചായക്കപ്പ അങ്ങോട്ട് താഴെ വെച്ചു. ഇവർക്ക് നാണാവില്ലേ? അവർ ഞാൻ അന്തസ്സുള്ള കാഫിറാണ്. ഇവനൊക്കെ കൂറ കാഫിറാ, കൂറ, പച്ചക്കൂറ. ഇവനൊക്കെ കേരള സമൂഹം കൊടുക്കേണ്ട മരുന്ന് ഞാൻ ഈ ചാനലിൽ പറയാണ്. ഇതാണ് മരുന്ന്. ഇവൻ ഈ പരസ്യം കൊടുക്കുന്ന സ്വർണം, സോപ്പ്, ചീപ്പ്, കണ്ണാടിയൊക്കെ ഉണ്ട്. ഒരു ചീഞ്ഞ മണ്ണുള്ള ഇതാണ്. അവിടെ ഇവിടെയും ശരീരത്തിൻ്റെ പല ഭാഗത്തും ഒളിപ്പിച്ച് കൊണ്ടുവന്ന ചീഞ്ഞ മണ്ണുള്ള ഈ സ്വർണ്ണം ഇട്ടിട്ടാണ് നമ്മുടെ പെൺപിള്ളേരും സ്ത്രീകളൊക്കെ നടക്കണ ചീഞ്ഞ മണ്ണുള്ള സ്വർണം. ഈ സാധനം വാങ്ങാണ്ടിരിക്കട്ടെ. നിങ്ങൾ ഈ മേത്തോടെ ഇട്ടുകൊണ്ട് കിടക്കുന്ന സാധനമില്ലേ, എങ്ങനെ വെച്ച് കൊണ്ടുവന്നതാണ് നിങ്ങൾക്കറിയോ? ഈ സാധനം എങ്ങനെയാണ് ഒളിപ്പിച്ച് കള്ളക്കടത്ത് വഴി നാട്ടിൽ കൊണ്ടുവന്നതെന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കുക. എന്നിട്ട് ഇട്ട് മെനഞ്ഞ് അങ്ങോട്ട് നടക്കണം, കണ്ടില്ലേ ഭംഗിയായില്ലേ സ്വർണം. എടുത്ത് വെച്ച് കൊണ്ടുവന്ന സാധനം എവിടെ വെച്ചാൽ കൊണ്ടുവന്നെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. ഈ കുണ്ടന്നായരും ഈ മൊട്ടത്തലയനൊക്കെ വിൽക്കണത് ഈ സ്വർണ്ണമാണ്. ഈ സ്വർണം വിൽക്കാനായിട്ട് വേണ്ടിയിട്ട് ആണ് ഈ വിഭാഗത്തെ, പ്രത്യേക സമുദായത്തെ ഇവർ സുഖിപ്പിച്ച് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങൾ വാങ്ങാണ്ടിരിക്കുക. ഇവൻ പരസ്യം കാണിച്ച ആ സാധനം വാങ്ങാണ്ടിരിക്കുക. അന്ന് നിൽക്കുമ്പോൾ ഈ അൽക്കുണ്ടൻ നായരുടെ ഇത്, അതായത് ഗൾഫിൽ ഗതികേട് കൊണ്ട് ഭാര്യയുടെ താലി ചെയിൻ പണയം വെച്ചോ അല്ലെങ്കിൽ ഭൂമി പണയം വെച്ചോ അധ്വാനിക്കാൻ ഗതികേടുകൊണ്ട് അടിമപ്പണിക്ക് ഗൾഫിൽ പോകണം ഇതുണ്ട്. അവൻ എന്തെങ്കിലും ഈ വക കാര്യങ്ങളിൽ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു ചെയ്തു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കാരണം ഒറ്റപ്പെട്ടത്. ഈ അൽക്കുണ്ടൻ നായർക്കും മൊട്ടത്തലേനൊക്കെ കോടാനുകോടി രൂപയുണ്ട്. എന്നിട്ട് അവൻ്റെ സ്വന്തം അന്തസ്സും ഒപ്പം കേരള പൊതുസമൂഹത്തെയും അടിയറവ് പറയുന്ന പരിപാടിയുണ്ടല്ലോ അവസാനിപ്പിക്കണവൻ. ഇവൻ പോയിട്ട് പൊന്നാനി പോയിട്ട് മുസ്ലിമായിട്ട് വരട്ടെ. അത് എന്തിനാണ് അവൻ ഈ വക പണിക്ക് നിന്ന് കേരള പൊതുസമൂഹത്തെ അപമാനിക്കണേ? അപ്പം ഇത്തരത്തിലുള്ള ആൾക്കാർ ചാനലുകൾ വഴി മാധ്യമങ്ങൾ വിൽക്കണ സാധനങ്ങൾ നിങ്ങൾ ദയവ് ഇത് വാങ്ങരുത്. ചെറുകിട കച്ചവടക്കാരെ നിങ്ങൾ സാധനം വാങ്ങുക. ഇപ്പോൾ ഗ്രോസറിയോ അതല്ലെങ്കിൽ നിങ്ങളുടെ പലചരക്കുകളും സാധനങ്ങളൊക്കെ തൊട്ടടുത്തുള്ള നമ്മുടെ ചന്ദ്രേട്ടൻ്റെ കട, തോമാസാറിൻ്റെ കട പോലെയുള്ള കടകളിൽ പോയിട്ട് അവനെ സഹായിക്കുക, സാധനങ്ങൾ വാങ്ങുക, നല്ല സാധനങ്ങൾ വാങ്ങി കൊണ്ടുവരാം. അതല്ലാണ്ട് ഈ പറഞ്ഞ അൽക്കുണ്ടൻ നായരൊക്കെ വിൽക്കണ ഈ ചീഞ്ഞ സ്വർണ്ണക്കില്ലേ, അതൊന്നും ദയവേത് വാങ്ങാണ്ടിരിക്കുക. മറ്റുള്ളവരോട് പറയ സാധനം വാങ്ങല്ലേ. അപ്പം നിൽക്കുക ഈ കുണ്ടൻ നായരുടെയൊക്കെ പരിപാടി, സുഖിപ്പിക്കുന്ന പരിപാടി, മറ്റവരെ സുഖിപ്പിക്കുന്ന പരിപാടി നിൽക്കും. കേരളത്തിൻ്റെ അന്തസ്സ് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. എന്നാലേ ഇവനൊക്കെ പഠിക്കുകയുള്ളൂ.